കേരളത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന 5 മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ പാലക്കാട് ഒരു മണ്ഡലമായി വരും. അവിടെ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ആ മണ്ഡലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 2016 മുതൽ അവിടെ രണ്ടാം സ്ഥാനത്ത് വരുന്നത് BJP ആണ്. BJP അങ്ങനെ രണ്ടാം സ്ഥാനത്ത് വരുന്നത് കേരളത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ കുറച്ച് മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. വിരലിൽ എണ്ണാവുന്ന മണ്ഡലങ്ങൾ മാത്രമേ കേരളത്തിലുള്ളതായി നമുക്കറിയാം. അതിലൊരു മണ്ഡലമാണ് പാലക്കാട്. പാലക്കാട് 2021 തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ അറിയാം, മെട്രോമാൻ, ഇന്ത്യയിലെ തന്നെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ശ്രീധരനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഷാഫി പറമ്പിൽ വിജയിച്ചു കയറുകയായിരുന്നു. പിന്നീട് ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ പോയതിന് പിന്നാലെ ആ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും ആ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസിന്റെ യുവനേതാവ് മത്സരിച്ച് MLA ആകുന്നു. പിന്നീട് എല്ലാവരും സംസാരിച്ചത് എന്താണ്? രാഹുൽ മാങ്കൂട്ടം പാലക്കാട് വിജയിച്ചതിന് പിന്നാലെ തന്നെ ഇനി ആ മണ്ഡലത്തിൽ BJPക്കോ CPMനോ വലിയ റോളില്ല, അദ്ദേഹം തുടർച്ചയായി തന്നെ അവിടെ വിജയിച്ചു കയറും. അതിനുള്ള കാരണം രാഹുൽ മാങ്കൂട്ടം വിജയിച്ചത് 18,000 വോട്ടിനാണ്. 3000-ൽ നിന്ന് ഷാഫി പറമ്പിൽ 3000 വോട്ടിന് വിജയിച്ചെങ്കിൽ അന്ന് കോൺഗ്രസ് ജയിച്ചത്, ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത് 18,000 വോട്ടിനാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം പോലുള്ള ഒരു ജനകീയ നേതാവിന് ആ മണ്ഡലം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ പിന്നീട് പരാജയപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടായി മാറുമെന്ന് ചർച്ചകൾ ഉയർന്നു വന്നപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ ലൈംഗിക പീഡന പരാതികൾ ഉയർന്നു വരികയും ഏറ്റവും അവസാനം ആ മണ്ഡലത്തിലെ MLA രാഹുൽ മാങ്കൂട്ടം എന്ന MLA ഒളിവിൽ പോകേണ്ട അവസ്ഥയുണ്ടാകുന്നു. ആ മണ്ഡലത്തിൽ MLA ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. അങ്ങനെ വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്കല്ലേ നാം പോകുന്നത്. ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാം സ്ഥാനം BJP ആണ്. BJPയുടെ നേതാവ് ആരാണെന്ന് എല്ലാ കാലത്തും ചർച്ചകൾ ഉണ്ടാകുന്നു. ആ ചർച്ചയിലാണ് ഇപ്പോൾ പുതിയ പേര് ഉയർന്നു വന്നിട്ടിരിക്കുന്നത്. അത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർ എവിടെ മത്സരിക്കുകയാണെങ്കിലും ആ മണ്ഡലം സ്വാധീനമില്ലാത്ത മണ്ഡലത്തിൽ വോട്ട് വർദ്ധിപ്പിക്കുന്ന കണക്ക് മാത്രമാണ് നാം കേട്ടിട്ടുള്ളൂ. അവർ മുൻപ് ആലപ്പുഴയിൽ മത്സരിച്ചപ്പോഴും പാലക്കാട് മത്സരിച്ചപ്പോഴും ആറ്റിങ്ങൽ മത്സരിച്ചപ്പോഴും എല്ലാം വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് നമുക്കൊരു ചരിത്രം പരിശോധിക്കാം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 2019 തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുന്നു, 2 ലക്ഷത്തിലധികം വോട്ട് നേടുന്നു. അത് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരെയും ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു. ആറ്റിങ്ങൽ എന്ന് പറയുന്നത് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കോട്ട തന്നെയായിരുന്നു. ആ കോട്ട തകർന്നു വീഴുന്നതായിരുന്നു നാം കണ്ടത്. അത് BJPയുടെ വോട്ട് വർധനവ് കൊണ്ടായിരുന്നു അന്ന് കോൺഗ്രസിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. 2 ലക്ഷത്തിലേക്ക് വോട്ട് വർദ്ധിക്കുകയാണ്. പിന്നീട് ആലപ്പുഴയിൽ അവർ വോട്ട് വർദ്ധിപ്പിച്ചു. പക്ഷേ ഈ രാഷ്ട്രീയ നിരീക്ഷകരും ഈ ശോഭ ആരാധകരും പറയാത്തൊരു തെരഞ്ഞെടുപ്പ് അതിന് മധ്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ 2019-നും 2024-നും ഇടയ്ക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അത് കഴക്കൂട്ട മണ്ഡലമായിരുന്നു. കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ദയനീയമായാണ് പരാജയപ്പെട്ടത്. എല്ലായിടങ്ങളിലും വോട്ട് വർദ്ധിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതിനു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ 2016-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് പോലും BJPക്ക് 2021-ൽ അവിടെ നേടാൻ കഴിഞ്ഞില്ല. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, പാർട്ടിയിലെ വിഭാഗീയത. 2016-ൽ അവിടെ മത്സരിച്ച നേതാവിന്റെ പേര് V മുരളീധരൻ എന്നാണ്. V മുരളീധരൻ വർഷങ്ങളായി തന്നെ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട്, കേരളത്തിന്റെ MLA ആകണം, ആ നിയമസഭയ്ക്കുള്ളിൽ കയറണമെന്ന്. അതിനുവേണ്ടി അദ്ദേഹം കണ്ണുവച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. ആ കഴക്കൂട്ടത്ത് അദ്ദേഹം തങ്ങളുടെ അനുയായികളെ വളർത്തിയെടുത്തു. തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് ചുമതല നൽകി, തനിക്ക് വേണ്ടി ആരാധകരായ നേതാക്കളെ അവിടെ സൃഷ്ടിച്ചെടുത്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു മണ്ഡലമായി മാറിയിട്ടുണ്ടല്ലോ കഴക്കൂട്ടം. ആ മണ്ഡലത്തിൽ പാർട്ടിയെ വെല്ലുവിളിച്ച് കേന്ദ്ര നേതൃത്വം 2021 തെരഞ്ഞെടുപ്പിൽ ആ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നു. ശോഭാ സുരേന്ദ്രനെ പിന്നീട് പാർട്ടിക്കാർ തന്നെ പരാജയപ്പെടുത്താനുള്ള ശ്രമം നടന്നതുകൊണ്ടാണല്ലോ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും BJPക്ക് കൃത്യമായ വോട്ട് ലഭിച്ചില്ല. അതുകൊണ്ടന്ന് കടകംപള്ളി സുരേന്ദ്രൻ വിജയിച്ചതോ 20,000-ലധികം വോട്ടുകൾക്ക്, ചെറിയ വോട്ടിന്റെ വ്യത്യാസമല്ല. അന്ന് മുരളീധരൻ മത്സരിച്ചപ്പോൾ BJP പരാജയപ്പെട്ടത് വെറും 7,000 വോട്ടിനായിരുന്നു.
ആ 7,000-ൽ നിന്നും 20,000-ലേക്കുള്ള വലിയ വർധനവായിരുന്നു അന്ന് നാം കണ്ടത്. എന്തായാലും ആ രീതിയിലേക്കുള്ള ഒരു കൃത്യമായ ഒരു മത്സരം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള നീക്കങ്ങൾ പാലക്കാടായിരിക്കും ഇനി ഒരു നീക്കം ഉണ്ടാകുക. പാലക്കാട് നാം പരിശോധിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ വി മുരളീധരന്റെ പക്ഷത്തിന് വലിയ രീതിയിൽ ശക്തിയുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ആ മണ്ഡലത്തിലാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാനായി തയ്യാറെടുക്കുന്നത്. അവിടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് വി മുരളീധര പക്ഷത്തിന്റെ ആളായ കൃഷ്ണകുമാറാണ്. ആ കൃഷ്ണകുമാറിന് വേണ്ടി കൃഷ്ണകുമാറിനെ ഒഴിവാക്കി ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ അവിടെ വലിയ തിരിച്ചടി ഉണ്ടാകും. എല്ലാരും പറയുന്നത് പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അവിടെ ശോഭാ സുരേന്ദ്രന് വിജയിച്ചു കയറാം. അതിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. സ്ത്രീകളുടെ വോട്ടുകൾ ലഭിക്കും. അതോടൊപ്പം തന്നെ വോട്ടുകൾ ഇരട്ടിയാക്കി മാത്രം ചരിത്രമുള്ള ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുകയാണെങ്കിൽ വിജയിക്കുമെന്ന് പറയുന്നവരോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈ 2019 ആ 24 നടന്ന മത്സരത്തിൽ എന്ത് സംഭവിച്ചു? ശോഭാ സുരേന്ദ്രന് ദയനീയമായി പരാജയപ്പെട്ടില്ലേ? വി മുരളീധര പക്ഷത്തിന് ഇപ്പോൾ ആറ്റിങ്ങൽ വി മുരളീധര പക്ഷത്തിന് സ്വാധീനമില്ലാത്ത ഒരു മേഖലയായിരുന്നു. കാരണം അവർ ആ മണ്ഡലത്തിന് ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഏത് സർവേകളും നിങ്ങൾ 2019 മുൻപുള്ള സർവേ ആയാലും 2014 മുൻപുള്ള സർവേ ആയാലും ഈ 2024 മുൻപുള്ള സർവേ ആയാലും പരിശോധിച്ചാൽ അറിയാം, അവിടെ കോൺഗ്രസിന് BJPക്കോ വിജയ സാധ്യത ഒരു സർവേ പോലും നൽകാറില്ല. അത് CPM-ന്റെ കോട്ടയായി തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചപ്പോൾ ഈ മുരളീധര പക്ഷം വലിയ രീതിയിൽ കാര്യമായി എടുക്കാറില്ല. അതിന് സമാനമായുള്ള ഒരു മണ്ഡലമാണ് ആലപ്പുഴ. നാം മലബാർ മേഖല പരിശോധിക്കുകയാണെങ്കിൽ CPM-ന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരിന് സമാനമായി ഇങ്ങ് തെക്ക് അത് ആലപ്പുഴയാണ്. എല്ലാ കാലത്തും കണ്ണൂരും ആലപ്പുഴയുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേഡർ വോട്ടുകൾ ലഭിക്കുന്നത്. കേഡർ നേതാക്കളുള്ളത് ഈ 2 ജില്ലകളിലുമാണ്. അതുകൊണ്ട് അവിടെയും കാര്യമായി അവർ പാര വയ്ക്കാൻ പോകുകയില്ല. മറിച്ച് പാലക്കാട് വരുമ്പോൾ ഈ വിഭാഗീയത കത്തിക്കയറും. ശോഭാ സുരേന്ദ്രന് തിരിച്ചടി ഉണ്ടാകും. ആ തിരിച്ചടി ശോഭാ സുരേന്ദ്രൻ നേരത്തെ തിരിച്ചറിഞ്ഞ് ആലപ്പുഴ കേന്ദ്രീകരിച്ച് ആലപ്പുഴയിൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ തൃശ്ശൂരിൽ സ്വാധീനമുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് വിജയിക്കാൻ കഴിയും. അല്ലാത്ത പക്ഷം കോൺഗ്രസിനാണ് അത് ലോട്ടറിയായി മാറാനുള്ള സാധ്യതയുള്ളത്. കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിവാദങ്ങൾക്കിടയിൽ അവിടെ BJPക്ക് മുൻപുണ്ടായിരുന്ന മുനിസിപ്പാലിറ്റി ഭരണം അവിടെ 3-ാം തവണയും അവിടെ പാലക്കാട് ഈ BJPക്ക് ലഭിച്ചു എന്ന് നാം പറയുമ്പോഴും ഈ സീറ്റിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാട് നിയമസഭാ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായാണ് അവിടെ BJP 3-ാം സ്ഥാനത്തിലേക്കാണ് പോയിരിക്കുന്നത്. 50,000 വോട്ട് വാങ്ങി കോൺഗ്രസ് 1-ാം സ്ഥാനത്ത്, 44,000 വോട്ട് വാങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ചരിത്രത്തിൽ ഒരു 3-4 തെരഞ്ഞെടുപ്പ് നാം പരിശോധിച്ച് നോക്കിയാൽ അറിയാം, ആദ്യമായാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 2-ാം സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു തകർച്ച അവിടെ ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ കൂടി അവർ മത്സരിക്കാൻ വരുന്നത് മണ്ടൻ തീരുമാനമാകാനാണ് സാധ്യത.